ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടനെ കൂടി അമർത്തണം കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദിലയും അനുമോളും കൂടി പൊരിഞ്ഞ അടി നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കിച്ചൺ ടീമിൽ ആദില, അനുമോൾ, സാബുമാൻ ഇവർ 3 പേരാണ് കിച്ചൺ ടീമിലുള്ളത്. കിച്ചൺ ടീം ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആദില ഭക്ഷണം ഒന്നും വെക്കാൻ പോകുന്നില്ല, ആദില പണിയെടുക്കുന്നില്ല. അപ്പോൾ അനുമോൾ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള നൂറ പറയുന്നുണ്ട്, ആദില നീ ബേബി നീ ഇപ്പോൾ ഒരു ഭക്ഷണം വെക്കാൻ ചെല്ല്, അനുമോൾ ഒറ്റയ്ക്കാണ് ചെല്ല്, കംപ്ലൈൻ്റായി മാറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എനിക്കൊരു ഉമ്മ തരുമോ, എനിക്ക് മാത്രം ഞാൻ പോവാം എന്നൊരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആര്, നമ്മുടെ നൂറ. അങ്ങനെ ഉമ്മ കൊടുത്തിട്ടാണ് അതിലെന്നെ പണിക്ക് വിടുന്നത്. ശരിക്കും ഉമ്മ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കൊരു വർക്ക് ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്യേണ്ടത് അവരുടെ ഒരു ചുമതലയാണ്. അങ്ങനെ പോയിട്ട് ഇവർ തേങ്ങ ചെരുകാനൊക്കെ പറയുന്നത് അനുമോൾ. അങ്ങനെ സാബുമാനും ആദിലും കൂടി തേങ്ങ ചെരുകി കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് കറി അധികം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വിളമ്പണ സമയത്ത് അനുമോൾ സാബുമാന് മാത്രമാണ് കൂടുതൽ കറി കൊടുത്തത്, ആദിലേക്ക് കൊടുത്തില്ല. പക്ഷേ ആദില ആ സമയത്ത് നോട്ട് ചെയ്തില്ല, ആദില സമയത്ത് പറഞ്ഞില്ല. എന്നിട്ട് ഇപ്പോൾ ആദില ഇരുന്നിട്ട് പറയുകയാണ്, അനുമോളെ നീ എന്തുകൊണ്ട് സാബുമാന് മാത്രം കൂടുതൽ കറി കൊടുത്തു, എനിക്ക് കറി തന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് കൊടുത്ത് എന്ന് പറയുന്നില്ല. അപ്പം ഇല്ല, സാബുമാന് കൂടുതൽ കൊടുത്തു, ഞങ്ങളോട് തേങ്ങ ചെരുക്കുമ്പോൾ നീ എന്താ പറഞ്ഞത്, കൂടുതൽ കറി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തേങ്ങ ചെരുക്കിച്ചു, എന്നിട്ട് സാബുമാന് മാത്രം നീ കറി അധികം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അതിൽ പറയാം, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയാണ്, ആണുങ്ങളോട് നിനക്കൊരു പ്രത്യേക സ്നേഹമാണ്, ആണുങ്ങൾക്ക് നീ എന്ത് സാധനം പണ്ടേ മുതൽ അങ്ങനെ തന്നെയാണ് കൂടുതൽ സാധനങ്ങൾ കൊടുക്കും, പെണ്ണുങ്ങളോട് നിനക്ക് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ആണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ആണുങ്ങളെ തന്നെയാണ് നാനുമോൾ പറയുന്നുണ്ട്. സാപ്പുമനെ അധികം കറി കൊടുത്തു, അതിനിപ്പോൾ നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നീ പറഞ്ഞ വാക്കല്ലേ എനിക്കും കൂടി തരാമെന്ന് പറഞ്ഞു തരേ. എന്നിട്ട് ആദ്യം അനുമോളെ കൂടി മുട്ടം ഫൈറ്റായി കഴിഞ്ഞപ്പോൾ നൂറോട് അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഇനി ആദിലേനെ എൻ്റെ കിച്ചൺ ടീമിൽ വേണ്ട, അവളൊരു പണിയും ചെയ്യുന്നില്ല, അതുകൊണ്ട് കിച്ചൺ ടീമിൽ ആദിലേനെ എനിക്ക് മാറ്റിത്തരണം നൂറയോട് നൂറ പറയുന്നുണ്ട്, ഇല്ല അത് പറ്റില്ല, ഞാനൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തുള്ള ആദിലേക്ക് അവിടെ കിച്ചണാണ്, അത് ഞാൻ മാറ്റിത്തരില്ല, അത് ആദിലെ പറഞ്ഞ് ജോലിക്ക് കൂടുതൽ ജോലി എടുപ്പിക്കാമെന്നല്ല, അതെ ജോലി ഞാൻ മാറ്റിത്തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദിലയും അനുമോളും മിണ്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല കേട്ടോ. സാരി കൊടുത്തുന്ന തന്നെ അനുമോൾ ആദിലിന് ഓരും കൂടിയിട്ട് സാരി കൊടുത്തു. പക്ഷെ അനുമോൾ എപ്പോഴും നല്ല പണിയെടുക്കും, കഴിഞ്ഞ വീക്ക് മാത്രമേ പണിയെടുക്കാത്തുള്ളൂ. അപ്പോൾ ആദിൽ തീരെ പണിയെടുക്കുന്നത്, സാരി എടുത്തോടു കൂടി പിന്നെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടായി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അത് ബിഗ് ബോസ് ഹൗസിൽ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പം ഇന്ന് പോരടി നടന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് അക്ബർ തന്നാലും മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഓ നമ്മുടെ അനീഷിനെ കിട്ടാനായിരിക്കും അനുമോൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറയും എനിക്ക് അനീഷേട്ടനൊന്നും വേണ്ട, അക്ബറിന് മതി എന്ന് പറയും.